ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ 13.5 ലക്ഷം രൂപ ചെലവിൽ പുതുക്കി പണിത കിഴക്കേ ഗോപുരം സമർപ്പിച്ചു. ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. നിർധനരായ, നിരാലംബരായ, നിരാശ്രയരായ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, അവരെ ഒന്ന് കൈകൊടുത്ത് സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ക്ഷേത്രങ്ങൾക്ക് നാനാമുഖമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്താൻ കഴിയും. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര പണമാണ് ചെലവിടുന്നത്? കോടാനുകോടി രൂപ ചെലവിടുന്നു. ഉത്സവങ്ങൾക്കൊക്കെ വേണ്ടി ധാരാളം പണം നമ്മൾ ചെലവിടുന്നു. ഇതെല്ലാം ആവശ്യമാണ്. അതെല്ലാം നല്ല മോടിയോടുകൂടി നല്ല ഭംഗിയായി നടക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെലവുകൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്, ഇവിടെ നിരാലംബരായിട്ടുള്ള, നിരാശ്രിതരായിട്ടുള്ള രോഗികൾ, പഠിക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലാത്ത കുഞ്ഞുങ്ങൾ, ജീവിക്കാൻ വഴിയില്ലാത്ത വൃദ്ധരായ മാതാപിതാക്കൾ, വിധവകൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ആളുകൾ നമുക്കിടയിൽ. ഗോപുര നവീകരണത്തിനുള്ള തുക സംഭാവന നൽകിയ കോതകുരിശിക്കുന്നനാത്ത് പടിഞ്ഞാറേ മഠം ശങ്കരനാരായണ സ്വാമിയും ഭാര്യ പുഷ്പയുമാണ് നിലവിളക്ക് തെളിയിച്ച് സമർപ്പിച്ചത്. തുടർന്ന് പുതുക്കി പണിത തിടപ്പള്ളിയുടെയും പ്രസാദ കൗണ്ടറിന്റെയും സമർപ്പണവുമുണ്ടായി. ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. തന്ത്രി അഴകത്തുമന അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട്, മേൽശാന്തി ടി.എം. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പി.കെ. ഗംഗാധരൻ, വള്ളൂർ രാമകൃഷ്ണൻ, എം. പങ്കജാക്ഷൻ, മുൻ മാനേജിംഗ് ട്രസ്റ്റി കെ.കെ. രഘുനാഥ്, അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി, പി. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം ജീവനക്കാരൻ പി. രാമദാസ് എഴുതിയ മംഗളപത്രം സമർപ്പിച്ചു. CCN ചെർപ്പുളശ്ശേരി.